കണ്ടുപിടിക്കോ ആരാണ്? അതാ കണ്ടുപിടിക്കോ ആരാണ്? അമ്മ മുഖത്ത് എന്തെങ്കിലും ഇടുന്നുണ്ടോ? എന്തെങ്കിലും സീക്രട്ട് ഇൻഗ്രീഡിയന്റ്? മുഖം നല്ല കുരുമുളകും കാന്താരിമുളകും കൂടെ ഒരുമിച്ച് അരച്ച് തേക്കുക. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടവർ വിചാരിക്കും ഇത് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ അല്ലേ ഇത്? അതെ, കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ അന്നത്തെ ദിവസം നമ്മൾ ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞ് പോയിട്ട് ഇത് നെക്സ്റ്റ് ഡേ ആണ്. അത് നമ്മുടെ ശ്രുതിയൊക്കെ വന്നതിൻ്റെ അടുത്ത ദിവസം രാവിലെയുള്ള കാഴ്ചകളാണ്. ഇവിടെ നമ്മുടെ യൂട്യൂബർ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. രാവിലെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് പ്ലാൻ ഉണ്ടായിരുന്നു. രാവിലെ ഇല്ല, തലേ ദിവസം രാത്രി ഞങ്ങൾക്ക് കുറേ പ്ലാൻ ഉണ്ടായിരുന്നു. കുറേ ജോലികളൊക്കെ തീർത്തിട്ട്, അതായത് ജോലിയൊക്കെ അമ്മയും സരത കുഞ്ഞമ്മയാണ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങൾ പിന്നെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ട് അങ്ങനെ പറയും. ജോലിയൊക്കെ തീർത്തിട്ട് നമുക്ക് അവിടെ പോകണം ഇവിടെ പോകണം എന്നൊക്കെ. പക്ഷേ ചുമ്മാതാട്ടോ ഒന്നും നടന്നില്ല. ഞങ്ങൾ എണീറ്റപ്പോൾ തന്നെ ഏതാണ്ട് സമയം എത്ര മണിയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങൾ ഉറങ്ങിയപ്പോഴത്തേക്ക് തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ചക്ക വെട്ടാനായിട്ട് ഇറങ്ങിയതാണ്. ആരോമിന് വന്നൊരു ചക്ക കുത്തിയിടാൻ നോക്കിയതാണ്. കുത്തിയിട്ടത് ഒരു കൊല ചക്ക വന്നങ്ങ് വീണു. പിന്നെ അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാമൻ വന്നിട്ടുണ്ടായിരുന്നു. എന്താണ്ട് ഈ കാണുന്ന 4 പേർ ആരൊക്കെയെന്ന് വെച്ചാൽ അമ്മയുടെ അനിയത്തി സരിതക്കുഞ്ഞമ്മ, അവരുടെ രണ്ടുപേരുടെ ചേട്ടനാണ് ഇത് സജീവ് മാമൻ. അപ്പം ആ മാമൻ്റെയും അമ്മയുടെയും സരിതക്കുഞ്ഞമ്മയുടെയൊക്കെ അമ്മ, അതാണ് ഇത് ഞങ്ങളുടെ അമ്മാമ്മേനെയൊക്കെ എല്ലാവരും വീഡിയോയിൽ കണ്ടറിയാം. അപ്പോൾ നമ്മുടെ ന്യൂ സബ്സ്ക്രൈബേഴ്സിനോട് പറയുകയാണ്, ഇതാണ് അമ്മയുടെ അമ്മയാണ്. അതുപോലെ അമ്മയുടെ സഹോദരനും അതുപോലെ തന്നെ സഹോദരിയും, മലയാളത്തിൽ പറഞ്ഞാൽ സഹോദരൻ സഹോദരി, ബ്രദറും സിസ്റ്ററും എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ മാമൻ വന്നു. അങ്ങനെ ഞങ്ങൾ മാമനെ ഇതേവരെ വീഡിയോസിലൊന്നും കാണിക്കാത്തതുകൊണ്ട് ഞങ്ങളൊരു മാമ ഒന്ന് വന്ന് നിൽക്കുക, വീഡിയോയിലൊന്ന് കാണിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ പുറകിൽ നിൽക്കുന്നതാണ് സാബു ഉങ്കിൾ, അതായത് നമ്മുടെ ശ്രുതിയുടെ ഫാദറാണ്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. വീഡിയോ എടുക്കൂല, നന്നായിട്ട് അങ്ങോട്ട് ചിരിയെന്നാണ് മാമ എൻ്റെ ഇടയിൽ കൂടെ പറയുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ നല്ല ഓംലെറ്റിൻ്റെ മണം. അങ്ങോട്ട് ചെന്നപ്പോഴത്തേക്ക് അമ്മ അവിടെ നല്ല രീതിയിൽ ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ ഈ വക പരിപാടിയൊക്കെ കാണാറേ ഉള്ളൂ, പങ്കെടുക്കാൻ പോകാറില്ല. അതായത് ഇതെല്ലാം അമ്മ എന്നാണ് ചെയ്തതെന്ന് അർത്ഥം. അമ്മ മുഖത്ത് എന്തെങ്കിലും ഇടുന്നുണ്ടോ? എന്തെങ്കിലും സീക്രട്ട് ഇൻഗ്രീഡിയന്റ്? മുഖം നല്ല കുരുമുളകും കാന്താരിമുളകും കൂടെ ഒരുമിച്ച് അരച്ച് തേക്കുക. നമ്മൾ നേരത്തെ പിച്ചിയുടെ ചക്കയെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ തീയൽ റെഡി ആയിട്ടുണ്ട്. മുഖം ഞാൻ കാണിക്കത്തില്ല. കണ്ടുപിടിക്കോ ആരാണ്? അതാ കണ്ടുപിടിക്കോ ആരാണ്? നിന്റെ നിന്നെയും മാറി. ഇവിടെ പൈനാപ്പിൾ പച്ചടി റെഡി ആവുന്നുണ്ട്. കൂട്ടത്തില് ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഫുഡെല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനി എല്ലാവരും കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ടേബിളെല്ലാം ക്ലീൻ ചെയ്യുവാണ്. ഞങ്ങളുടെ ബഹളത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയുന്നൊന്നും അങ്ങോട്ട് കേൾക്കുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ കൂടുതലും വോയിസ് ഓവർ തന്നെ കൊടുക്കുന്നത്. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു വോയിസ് ഓവർ കൊടുക്കാതെ വോയിസ് തന്നെ, അതായത് ആ ഒരു ഓൺ വോയിസിൽ അപ്പോഴേ ചെയ്ത് വീഡിയോ ഇടണമെന്ന്. പക്ഷേ എല്ലാവരും കൂടി സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എല്ലാവരുടെയും സൗണ്ടിൻ്റെ ഇടയ്ക്ക് ഇതെല്ലാം കൂടി മിക്സ് ആകുമ്പോൾ ഒന്നും നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. അതുകൊണ്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അങ്ങനെ ആണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു. നമുക്കന്ന് സ്പെഷ്യലായിട്ട് ചക്ക ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ഓംലെറ്റ്, പപ്പടം, തീയൽ, അതുപോലെ തന്നെ പിന്നെ എന്തായിരുന്നു, പൈനാപ്പിൾ പച്ചടി ഉണ്ടായിരുന്നു. ഇത്രയായിരുന്നു സ്പെഷ്യൽ ഉണ്ടായിരുന്നത്. അപ്പോഴേ ഓരോന്നും ഓരോരുത്തരാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ചക്ക വെച്ചത് ആരാന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ കണ്ടില്ല കേട്ടോ. ചിക്കൻ കറി സരിതക്കുഞ്ഞമ്മേൻ്റെ സ്പെഷ്യലായിരുന്നു. തീയൽ എനിക്കൊന്ന് അമ്മയുടെ സ്പെഷ്യലാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ, എനിക്ക് ഓർമ്മയില്ല കറക്റ്റായിട്ട്. പിന്നെ ഓംലെറ്റ്, അതുപോലെ തന്നെ പച്ചടി, പൈനാപ്പിൾ പച്ചടിയോ കിച്ചടിയോ എന്തോ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല, അത് പാറുവിൻ്റെ സ്പെഷ്യലായിരുന്നു. അങ്ങനെ എല്ലാവരും കഴിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത ഞങ്ങൾ കഴിക്കാനായിട്ടിരുന്നു. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത പ്ലാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൂടി ഒന്ന് പൂളി പോകണമെന്നായിരുന്നു ഞങ്ങളുടെ ഒരു പ്ലാൻ. വണ്ടർലേ പോകണമെന്നുള്ള ഞങ്ങൾ ആഗ്രഹം ഇങ്ങനെ നടക്കാതെ വന്നുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പ്ലാൻ ഇട്ടത്. കാരണം കുറേ ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് നമുക്ക് വണ്ടർലേ പോകണം എന്ന് പറഞ്ഞിട്ട്. ഈ ഏപ്രിൽ 6 ആകുമ്പോഴത്തേക്കും ഞാൻ വണ്ടർലേ പോയിട്ട് 1 വർഷമായിട്ടുണ്ട്. ഞാനത് ഇപ്പോഴാട്ടോ ഓർത്തത്. അതോ നടക്കുന്നില്ല, എങ്കിൽ ഇതെങ്കിലും നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അങ്ങനെ ഒരു പ്ലാൻ ഇട്ടത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഓരോ അടുത്തിരുന്ന് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാണ്. അപ്പോഴതായിരുന്നു അന്ന് ഉച്ചയ്ക്ക് വരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ടേക്കാണ് പോയെന്നുള്ള ഷോർട്ട് വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തൊരു ചെക്ക് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടാറ്റാ.